എല്ലാവർക്കും നമസ്കാരം. ഒരു സിനിമയിലെ കഥയല്ല, അതിലെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മൈൻഡ് മാപ്പ് മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ കാണില്ലേ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു കാരണവർ. ഭരതൻ നായർ അത്തരമൊരു സാധാരണ കഥാപാത്രം മാത്രമാണോ, അതോ കാലം മാറിയത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ്? നമ്മൾ പലരും ഈ സിനിമ കണ്ടപ്പോൾ ഭരതൻ നായരെ വെറുത്തിട്ടുണ്ടാവാം. എന്നാൽ അയാളുടെ ഭാഗത്തു നിന്നും ഈ കഥയെ നോക്കിക്കണ്ടാൽ അയാളൊരു വില്ലനല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ ഇരയാണെന്ന് മനസ്സിലാകും. മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായ ഭരതൻ നായരുടെ സ്വഭാവത്തെ നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഭരതൻ നായർ ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബനാഥനാണ്. പുറമേക്ക് കർക്കശക്കാരൻ, പക്ഷേ ഉള്ളിൽ തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠാകുലനായ ഒരാൾ. സിനിമയുടെ ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത് സ്വന്തം അധികാരം കുടുംബത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ്. എന്നാൽ തിരക്കഥയുടെ പാളികൾ ഓരോന്നായി അഴിയുമ്പോൾ ഈ കടുപ്പത്തിന് പിന്നിൽ വർഷങ്ങളായുള്ള ചില രഹസ്യങ്ങളും ഭയവും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് ഭരതൻ നായർ എന്ന കഥാപാത്രം നമ്മളെ ഞെട്ടിക്കുന്നത്. അയാൾ വെറും ഒരു കർക്കശക്കാരനായ അച്ഛനല്ല, മറിച്ച് ഒരേ സമയം രണ്ട് സമാന്തര ജീവിതങ്ങൾ നയിക്കുന്ന അതീവ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ആദ്യത്തെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ പോലും കടുത്ത നിബന്ധനകൾ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന അതേ ഭരതൻ നായർ തന്നെയാണ് തൻ്റെ രണ്ടാമത്തെ കുടുംബത്തിലെ മകനോട് അളവറ്റ സ്നേഹം കാണിക്കുന്നതും അവരുമായി വിനോദയാത്രകൾ പോകുന്നതും. ഈ ഒരു വൈരുദ്ധ്യം ആ കഥാപാത്രത്തിന് നൽകുന്ന ആഴം ചെറുതല്ല. അയാളുടെ ഇരട്ടത്താപ്പ് അവിടെയും തീരുന്നില്ല. ഔദ്യോഗിക ജീവിതത്തിൽ കൈക്കൂലിയായി കിട്ടുന്ന കള്ളപ്പണം അധികാരികളുടെ കണ്ണിൽപ്പെടാതെ വെളുപ്പിക്കാൻ കൂട്ടുകാരുമായി ചേർന്ന് ഒരു അമ്പലം നിർമ്മിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അത്രയും കൊണ്ട് നിർത്താതെ ആ ക്ഷേത്രത്തിന് വേണ്ടി ഒരു വ്യാജ ഇതിഹാസം പോലും അയാൾ ചമച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരേ സമയം സ്വന്തം കുടുംബത്തെയും നാട്ടുകാരെയും ഒരുപോലെ പറ്റിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡ് കൂടിയാണ് ഭരതൻ നായർക്കുള്ളത്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അയാളെ പൂർണ്ണമായും ഒരു വില്ലനായി തള്ളിക്കളയാൻ പറ്റാത്തതിന് കാരണം അയാൾ രണ്ട് കുടുംബങ്ങളെയും ഉപേക്ഷിക്കുന്നില്ല എന്നതാണ്. രണ്ടുപേരെയും തൻ്റെതായ രീതിയിൽ അയാൾ കൂടെ കൂട്ടുന്നുണ്ട്. ഒരു വശത്ത് സ്വാർത്ഥതയും കള്ളത്തരങ്ങളും, മറുവശത്ത് രണ്ട് കുടുംബങ്ങളോടുള്ള ഉത്തരവാദിത്തം. ഇതാണ് ഭരതൻ നായരെ മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും സങ്കീർണമായ ഒരു ഗ്രേ ക്യാരക്ടറായി മാറ്റുന്നത്. ഒരു സാധാരണ തിരക്കഥയെ അസാധാരണമാക്കുന്നത് അതിലെ പ്രകടനങ്ങളാണ്. സായികുമാർ ഭരതൻ നായരെ അനാവശ്യ ബഹളങ്ങളോ ലൗഡായ പ്രകടനങ്ങളോ ഇല്ലാതെയാണ് ഈ കഥാപാത്രത്തെ സ്ക്രീനിലെത്തിച്ചത്. പല സീനുകളിലും ഡയലോഗുകളേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ നിശബ്ദതയും ശരീരഭാഷയുമാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള രംഗം, അത് പ്രേക്ഷകരിൽ ഒരേ സമയം ദേഷ്യവും വിഷമവും ഉണ്ടാക്കാൻ തക്കവണ്ണം പവർഫുള്ളായിരുന്നു. ഭരതൻ നായർ തൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയപ്പോൾ അയാളുടെ മനസ്സിലൂടെ പോയ ചില കാര്യങ്ങളുണ്ട്. വ്യാജ അമ്പലമുണ്ടാക്കി അവിടുത്തെ നേർച്ചയായി തേങ്ങ തലക്കടിക്കുന്ന ആചാരമുണ്ടാക്കി വെച്ച തൻ്റെ മരണം അതേ തേങ്ങ കൊണ്ടാണെന്ന് അയാൾ തിരിച്ചറിയുന്ന നിമിഷം. ഇതുവരെ ചെയ്ത എല്ലാ പാവങ്ങളും അയാളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. ചുരുക്കത്തിൽ ഭരതൻ നായർ ഒരു വെളുപ്പും കറുപ്പും കലർന്ന കഥാപാത്രമല്ല, അതൊരു പൂർണ്ണമായ ഗ്രേ ഷെയ്ഡുള്ള വ്യക്തിത്വമാണ്. നമ്മളിൽ ഓരോരുത്തരിലും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലും ഒരു ഭരതൻ നായർ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. നിങ്ങൾക്ക് സിനിമയിൽ ഭരതൻ നായരുടെ ഏത് തീരുമാനത്തോടാണ് കൂടുതൽ വിയോജിപ്പുള്ളത്? അയാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിനിമാ വിശകലനങ്ങൾക്കായി മൈൻഡ് മാപ്പ് മല്ലു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച കഥാപാത്രമായി വീണ്ടും കാണാം. നന്ദി.